ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ കൊടുക്കാനുള്ള സന്ദർഭം നമുക്കറിയാം. അമ്മയിൽ നിന്ന് പുറത്താക്കപ്പെട്ട് നാടകവുമായിട്ട് ജീവിക്കേണ്ടി വന്നൊരു കാലഘട്ടം മഹാനടനായിട്ടുള്ള ഈ തിലകൻ ചേട്ടനുണ്ടായിരുന്നു. അന്ന് നാടകവുമായിട്ട് ജീവിക്കേണ്ടി വന്നു എന്നുള്ള മലയാളത്തിലെ തൊട്ടപ്പനായിട്ടുള്ള ഈ ഒരു നടൻ അങ്ങനെ പറ്റിപ്പോയെങ്കിൽ ബാക്കിയുള്ള ഒരു അവസ്ഥയൊക്കെ എങ്ങനെയായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ആ സംഘടനയിൽ കൃത്യമായിട്ടൊന്ന് ശബ്ദം ഉയർത്താൻ പോലും പലർക്കും അവകാശമില്ല എന്നർത്ഥം. ശബ്ദമുയർത്തിയവരെ നിഷ്കരുണം താഴ്ത്തിക്കെട്ടുകയോ സിനിമാ മേഖലയിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ ചെയ്യുമെന്നർത്ഥം. ഇനി നിങ്ങൾ തിലകൻ ചേട്ടന്റെ ഡയലോഗ് കേട്ടിട്ട് ബാക്കി വർത്താനം നമുക്ക് കേൾക്കാം. അമ്മ എന്ന സംഘടനയോട് എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അത് എന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ, ചില അംഗങ്ങൾ ചെയ്യുന്ന